മൈസൂർ കാണാനായിട്ട് നമ്മൾ ചെന്നെത്തിയത് വേറെ ഒന്നുമല്ല, കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ്. രാത്രി 7 മണിയായപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറി 245 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കിടന്നു പോകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. കൃത്യം 11:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. അങ്ങനെ അവിടെ നേരെ പോയി റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം മൈസൂരിൽ ഏറ്റവും ആദ്യം എല്ലാവരും പോയി കാണുന്ന മൈസൂർ പാലസിലേക്ക് തന്നെയാണ് നമ്മളും പോകുന്നത്. 120 രൂപ ഒരാൾക്കുള്ള എൻട്രൻസ് ഫീസ് വരുന്നത്. അതിനുശേഷം ടൗണിലെ കാഴ്ചകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാണാനായിട്ട് ടൗൺ ബസ്സിലേക്ക് 60 രൂപയുടെ ഡെയിലി പാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പോയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സൂ ആയിട്ടുള്ള മൈസൂർ സൂവിലേക്കാണ് കേട്ടോ. 100 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രൻസ് ഫീസ് വരുന്നത്. അവിടെ പല വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലെപ്പേഡ്, ബംഗാൾ ടൈഗർ, ആഫ്രിക്കൻ ആന, ഹൈന, കരടി, അങ്ങനെ തുടങ്ങിയ പല വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റിയായിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വെളിയിലേക്ക് വന്നിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നൈറ്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട് ഇറങ്ങി. പകല് നമ്മൾ കണ്ട റൗണ്ട് ഓബട്ടിന്റെ മുകളിലെ സ്റ്റാച്ചുവിലൊക്കെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയേ. കുതിരവണ്ടിയൊക്കെ പോകുന്നെങ്കിൽ ഇലുമിനേഷൻ ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയല്ലേ. പാലസിൽ നൈറ്റിൽ ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയതാട്ടോ. നമ്മുടെ കഷ്ടകാലത്തിന് ശനിയും ഞായറും മാത്രമേ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്കാണ് പോകുന്നത്. മൈസൂരിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ബാക്കി കാഴ്ചകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.